ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്ക് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു ക്രിസ്മസിന് ഇത് എല്ലാവർക്കും സിമ്പിളായി വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. മെഷറിംഗ് കപ്പോ ഓവനോ ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. എല്ലാവരും ഫുള്ളായി വീഡിയോ കണ്ടിട്ട് തയ്യാറാക്കി നോക്കിക്കോളൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ടോപ്പിലുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണേ. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. പ്ലം കേക്ക് ഉണ്ടാക്കാനായി മെഷറിംഗ് കപ്പിന് പകരം സാധാരണ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് കാരമൽ ചെയ്യാനായി എടുത്തിരിക്കുന്നത്. ചുവട് കട്ടിയുള്ള ഒരു പാത്രമോ നോൺ സ്റ്റിക്ക് പാനോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. പഞ്ചസാര ചെറുതായി മെൽറ്റായി കളർ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കംപ്ലീറ്റ് പഞ്ചസാരയും മെൽറ്റായി ഗോൾഡൻ കളറായി വരും. അത് തിളച്ച് പതഞ്ഞ് വന്നു തുടങ്ങും. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് 1/2 ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ചേർക്കുക. വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് മാറി നിന്ന് ചേർക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ കാരമൽ സിറപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം. കാരമൽ സിറപ്പിന് നല്ല കളറുണ്ടെങ്കിലേ കേക്കിന് നല്ല കളർ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് കേക്കിന് വേണ്ട പഞ്ചസാര പൊടിച്ചെടുക്കാം. 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് വേണ്ടത്. മിക്സിയുടെ ജാർ ഡ്രൈ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു കറുവപ്പട്ട, 2-3 ഏലയ്ക്ക, 2-3 ഗ്രാമ്പു എല്ലാം കൂടി ചേർത്ത് ഫൈനായി പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി വേണ്ടത് ഇതുപോലെ ഒരു ഓറഞ്ചാണ്. ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ജാറിലേക്ക് ഇട്ട് വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കാം. ഇപ്പോൾ ഓറഞ്ച് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ജ്യൂസായിട്ടും എടുക്കാം. ഞാനിവിടെ അരച്ചാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് കേക്ക് ഉണ്ടാക്കാനുള്ള ബേക്കിംഗ് ട്രേ റെഡിയാക്കുക എന്നുള്ളതാണ്. ബേക്കിംഗ് ട്രേ ഇല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രം എടുത്താലും മതി. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ വരുന്ന കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിൽ ബട്ടർ പേപ്പർ വച്ച് ഓയിലോ നെയ്യോ എല്ലായിടത്തും ബ്രഷ് ചെയ്ത് വയ്ക്കുക. കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കിത് സെറ്റാക്കി വയ്ക്കണം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ട മൈദപ്പൊടി അരിച്ചെടുക്കാം. നേരത്തെ എടുത്തു വെച്ച ഗ്ലാസ്സിൽ 2 ഗ്ലാസ് മൈദപ്പൊടി പോലെ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നന്നായി അരിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സൊക്കെ തയ്യാറാക്കി വയ്ക്കാം. ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുക്കാവുന്നതാണ്. ഇവിടെ 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയും ഉണക്കമുന്തിരിയും പിന്നെ കാഷ്യൂനട്ടുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈത്തപ്പഴം, ചെറി, പിസ്ത എന്നിവയൊക്കെ ചേർക്കാവുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ മുകൾ ഭാഗത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായി കുറച്ച് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ബാറ്റർ ട്രേയിൽ ഒഴിക്കുമ്പോൾ അടിയിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഡ്രൈ ഫ്രൂട്ട്സ് ഒരുപോലെ കിട്ടും. അടുത്തതായി കേക്ക് ബേക്ക് ചെയ്യാനായി ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കണം. ഞാനിവിടെ ചൂട് നല്ല കട്ടിയുള്ള ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുക്കർ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതിനകത്തേക്ക് ഒരു റിങ്ങും കൂടി ഇറക്കി വെച്ച് കൊടുക്കണം. അതിൻ്റെ മേൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഡയറക്റ്റ് ഹീറ്റ് തട്ടാതിരിക്കാനായി ഞാനിവിടെ പഴയ ഒരു ദോശത്തവ വച്ചിട്ട് അതിൻ്റെ പുറത്താണ് സ്റ്റീൽ പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും വെച്ച് കൊടുക്കാം. 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്യാം. പാത്രം അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അടുത്തതായി ഞാനിവിടെ 2 മുട്ട മിക്സിയുടെ ഡ്രൈ എയർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് കേക്ക് ഉണ്ടാക്കാനായി എടുക്കരുത്. റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ് എടുക്കേണ്ടത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാനായി അല്പം ഉപ്പും കൂടി ചേർത്ത് പൾസ് ചെയ്ത് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോൺ സോൾട്ടി ആയ ബട്ടർ വേണമെങ്കിലും ചേർക്കാം. പൾസ് ചെയ്തോ ബീറ്റ് ചെയ്തോ ചെറുതായി ഒന്ന് പതപ്പിച്ചെടുക്കുക. പാത്രത്തിലേക്ക് മാറ്റി ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ഫുള്ളായി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം അരച്ചു വെച്ച ഓറഞ്ചും ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ച് പതപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും അരിച്ചത് കുറേശ്ശെ ചേർത്ത് ഒരുമിച്ചിടരുത്. ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ബാറ്റർ തിക്കായി വരുമ്പോൾ കാരമൽ സിറപ്പ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ബാറ്ററിൻ്റെ കളർ മാറി തുടങ്ങുന്നത് കാണാം. ഞാൻ കാരമൽ സിറപ്പ് മുഴുവനും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയിലാണ് മാവ് വരേണ്ടത്. അധികം കട്ടിയുമല്ല അധികം ലൂസുമല്ലാത്ത പരുവത്തിൽ വേണം.
ഇനി ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത ശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായി മിക്സാക്കി എടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ബാറ്റർ കേക്ക് ട്രേ ഉണ്ടാക്കാനുള്ള പാത്രത്തിലൊഴിച്ച് നന്നായി ടാപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് ബബിൾസ് ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടുന്നതിനാണ്. അതിനുശേഷം ടൂത്ത് പിക്കോ ചെറിയ സ്റ്റിക്കോ വച്ച് മുകളിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. കറക്റ്റ് ലെവൽ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുക. എന്നിട്ട് പാത്രം പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് പാത്രം നന്നായി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ കുക്ക് ചെയ്യുക. പാത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റി കേക്ക് ബേക്കായൊന്ന് നമുക്ക് നോക്കാം. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കിയാൽ മതി. ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് നന്നായി ബേക്കായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് 5 മിനിറ്റോളം വച്ചിട്ട് കേക്ക് ബേക്ക് വെച്ച പാത്രത്തിൽ നിന്ന് മാറ്റി പുറത്ത് വച്ച് നന്നായി തണുത്ത ശേഷം ബട്ടർ പേപ്പർ മാറ്റാം. ഇവിടെ കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അടിയിലൊന്നും ഒട്ടും കരിയാതെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളും ഈ രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. താങ്ക് യു.